കെ.പി. നൗഷാദ് അലി, ഇന്നലെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഭരണഘടനയുടെ പ്രിയാമ്പിള് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. താങ്കൾ കണ്ടിട്ടുണ്ടാവും. കോൺഗ്രസിന്റെ നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ പക്ഷേ ഇന്നലെ ഷെയർ ചെയ്തത് രാംലല്ലയുടെ പടമാണ്, ജയ് സിയാറാം വിളിയോടുകൂടി. അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി ഞാൻ എൻ്റെ ഭക്തി പ്രകടിപ്പിച്ചതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മാത്രമല്ലല്ലോ നടന്നത്, മറിച്ച് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രം ഒരു അതിൻ്റെ ഒരു സംസ്ഥാപനം കൂടിയാണ് നടന്നത് എന്നിരിക്കെ യഥാർത്ഥത്തിൽ തരൂരിനെ പോലെ ഒരാൾ ഭക്തി ഇന്നലെ പ്രകടിപ്പിക്കേണ്ടത് ഭരണഘടനയോടായിരുന്നില്ലേ? താങ്കൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ? ശശി തരൂർ ഗാന്ധിജിയുടെ സീതാറാമിനെ സിയാറാം എന്നൊരു വാചിക ഭാഷാ പ്രയോഗത്തിലൂടെ പ്രതിനിധീകരിച്ചു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന എല്ലാ ഈ പ്രകോപനങ്ങൾക്കൊക്കെ ഹേതു. ഇപ്പം രാമനെ ഓർക്കുന്നവരെ, വിളിക്കുന്നവരെ, സ്മരിക്കുന്നവരെ, ജപിക്കുന്നവരെ, ആരാധിക്കുന്നവരെയൊക്കെ നമ്മളൊരു സംഘപരിവാർ ആക്കുക എന്നൊരു പണി CPM എടുക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് BJP എന്താണോ ഇച്ഛിക്കുന്നത് അത് കൽപ്പിക്കുക എന്നൊരു ദൗത്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മതനിരപേക്ഷവാദിയായി മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമുള്ള ഈ നടപ്പ് കാലഘട്ടത്തിൽ ആളുകളെ ഊഹാപോഹത്തിൻ്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കിൻ്റെയൊക്കെ പേരിൽ സംഘപരിവാറായി ചിത്രീകരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ഒട്ടും ഉചിതമായൊരു കാര്യമല്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശശി തരൂർ എന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ആയുസ്സിൽ എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ വിഷയത്തിലുമുള്ള നിലപാടുകൾ. ശശി തരൂരിന്റെ ദീർഘമായ കരിയറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീ നൗഷാദ് അലി അദ്ദേഹം തന്നെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ഒരു ലേഖനത്തിൽ കോൺഗ്രസിന്റെ നയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഒരിക്കലും മൃദു ഹിന്ദുത്വം സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അദ്ദേഹം തന്നെ കാരണമായി പറയുന്നത് ഹിന്ദുത്വം സ്വീകരിച്ചിട്ടുള്ള BJP അവിടെ ഉണ്ട്. അപ്പോൾ ഒറിജിനൽ അവിടെ ഉള്ളപ്പോൾ അതിനെ അനുകരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിനെ ആളുകൾ എടുക്കില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പയറ്റിയാൽ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടാവില്ല, മറിച്ച് കോൺഗ്രസ് അതിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് ശശി തരൂരിന്റെ ലേഖനം. ഇപ്പോൾ താങ്കൾ കുറേ ലേഖനം എഴുതിയ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ അതിന് അനുഗുണമായ സമീപനമാണോ ഇന്നലെ? ഞാൻ പറഞ്ഞ ഇന്നലത്തെ കോണ്ടെക്സ്റ്റിലാണ്, അല്ലാതെ രാമനെ ഉപാസിക്കുന്നതിലോ രാമനെ പൂജിക്കുന്നതിലോ ഒന്നും ആർക്കും ഒരു കുഴപ്പമില്ല. എത്രയോ ലക്ഷം മനുഷ്യർ, എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ അങ്ങനെ അവരുടെ വ്യക്തിപരമായ നിലയിൽ ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇന്നലത്തെ ദിവസത്തിന്റെ സവിശേഷമായ പ്രാധാന്യം അങ്ങേക്ക് അറിയാത്തതല്ലോ. പിന്നെ ഈ സിയാവർ രാമചന്ദ്ര കി ജയ് എന്നുള്ളത് രഥയാത്രയുടെ സമയത്ത് LK അദ്വാനി തന്നെ മുഴക്കിയിട്ടുള്ള മുദ്രാവാക്യാണ്. ആദ്യമായിട്ട് സിയാവർന്ന് ശശി തരൂർ ഉപയോഗിക്കുന്നതൊന്നും അല്ല. രാം കെ നാംപർ എന്ന ആനന്ദ് പട്വർദ്ധന്റെ ഡോക്യുമെന്ററി താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ സിയാവർ രാമചന്ദ്ര കി എന്ന അദ്വാനി ഓരോ റാലിയിലും പ്രസംഗിക്കുന്നത് കേൾക്കാം. അത് തന്നെയാണ് തരൂരും പറഞ്ഞത്. ഇവിടെ അഭിലാഷ്, താങ്കൾ ഈ കോണ്ടക്സ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഈ രാമജന്മഭൂമി, ബാബരി മസ്ജിദ്, ഈ മന്ദിർ മസ്ജിദ് പ്രശ്നം അത് 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, പിന്നിട്ട് ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലും വലിയ രാഷ്ട്രീയ ചർച്ചയാണ്. ഇതുപോലെ ഈ 3 നൂറ്റാണ്ടിലും ചർച്ചയായിട്ടുള്ള മറ്റൊരു വിഷയം ഞാൻ പറയാം. അത് ഈ ഗോവധ നിരോധനമാണ്. ഗോവധ നിരോധനം ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കളിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, രാജേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു, ലാല ലജ്പത് റായ് ഉണ്ടായിരുന്നു, പുരുഷോത്തം ദാസ് ടണ്ടൻ ഉണ്ടായിരുന്നു, തിലകൻ ഉണ്ടായിരുന്നു, മദൻ മോഹൻ മാളവ്യൊക്കെ ഉണ്ടായിരുന്നു. ഗോവധ നിരോധനം ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ഞാനീ പറയുന്നത്. 955 ഗോവിന്ദ സേത്ത് എന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന പാർലമെന്റ് അംഗം ഗോവധ നിരോധന നിയമ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഞാനത് പാസ്സാവുകയാണെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന നെഹ്റുവിൻ്റെ ഒറ്റ നിലപാടിൻ്റെ മുമ്പിലാണ് ആ പ്രമേയം പരാജയപ്പെട്ടു പോയത്. ജയപ്രകാശ് നാരായൺ എന്ന ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ അപ്പോസ്തലൻ 1970-കളിൽ ഇന്ദിരാഗാന്ധിക്ക് ഗോവധ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ കത്ത് തുടങ്ങുന്നത് ഇത്ര കണ്ട് ബഹുഭൂരിപക്ഷം അധിവസിക്കുന്ന, ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പല കോണ്ടെക്സ്റ്റുകളിലും ആളുകളുടെ അഭിപ്രായം പല രൂപത്തിലൊക്കെ പല വിഷയങ്ങളിലും വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ് മാത്രം അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാം, പക്ഷെ അത് അർത്ഥവത്താകണമല്ലോ. ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ച കോൺഗ്രസിന്റെ പരിസരം നെഹ്റു ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ വീറ്റോ ചെയ്തു ഗോവധ നിരോധനത്തിന്റെ കാര്യത്തിൽ. താങ്കൾ പറഞ്ഞു
സോമനാഥ ക്ഷേത്രത്തിന്റെ സമയത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് നമ്മുടെ രാഷ്ട്രം സെക്കുലർ ആവുന്നതിനെതിരായ ഒരു കാര്യവും നമ്മുടെ ഒരു ഭാരവാഹിയും നേതാവും ചെയ്യരുത് എന്നുള്ളതായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്ത് ചരിത്രരേഖയാണ്. അപ്പോൾ രാഷ്ട്രം സെക്കുലർ ആവുന്നതിന് എതിര് നിൽക്കാവുന്ന ഒരു പ്രവൃത്തി നെഹ്റുവിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള, അംബേദ്കറെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള തരൂര് ചെയ്യാമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അഭിലാഷേ, നെഹ്റുവിൻ്റെ പാത പിൻപറ്റുന്ന, നെഹ്റുവിനെ അനുധാവനം ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഗാന്ധിയെ അല്ലെങ്കിൽ തിലകനെ അല്ലെങ്കിൽ ലാലാ ലജ്പത് റായെ, രാജേന്ദ്ര പ്രസാദിനെയും പട്ടേലിനെയൊക്കെ അനുധാവനം ചെയ്യുന്ന ധാരകൾ പുലർത്തുന്നവരുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ കോൺഗ്രസ് ആ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്ന പരിപാടിയാണ്, ആ പരിപാടിയിൽ പോകുന്ന പ്രശ്നമില്ല എന്ന് കോൺഗ്രസ് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്ത് എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങളിലുമുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ അത് ഈ വിഷയത്തിലുമുണ്ട് എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് കരുതി ശശി തരൂർ ഒരിക്കലും സംഘ് പരിവാറിന്റെ രാമനെയോ BJPയുടെ രാമനെയോ മോദി അവിടെ ഉയർത്തിയ രാഷ്ട്രീയ രാമനെയോ പിന്തുണക്കുന്നയാളാണ് എന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറയുകയില്ല. അദ്ദേഹത്തിന്റെ ഒരു വ്യതിരക്തമായ ഒരു നിലപാടിന്റെ ഒരു സൂചകം അവിടെ പല ആംഗിളുകളിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടി നിഷ്കളങ്കനായതുകൊണ്ട് പത്രക്കാരുടെ അവസാന ചോദ്യത്തിനും മറുപടി നൽകിയിട്ടാണ് അദ്ദേഹം പിരിഞ്ഞത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ എക്സ്ക്ലൂസീവ് തപ്പിത്തരുതാനുള്ള സമയം കിട്ടിയെന്ന് മാത്രം. പിണറായി വിജയന്റെ മാതിരി 2 or 3 ചോദ്യം ചോദിച്ച് എഴുന്നേറ്റ് പോകുന്ന രീതിയാണ് ശശി തരൂർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടാവുമായിരുന്നില്ല. ശ്രദ്ധിച്ചോളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നുള്ളതിനേക്കാളും പറയുന്ന കാര്യത്തിന്റെ പ്രസക്തിയും പറയുന്ന കാര്യത്തിന്റെ മൂല്യവുമാണല്ലോ പ്രധാനം.